ആംബുലൻസിൽ കിടന്നു വരുന്ന രോഗികളായാലും വെറും 5 മിനിറ്റ് കൊണ്ട് നടത്തിച്ചു വിടുന്ന ഒരു വൈദ്യരുടെ അടുത്താണ് ഞാനിപ്പോ നിൽക്കുന്നത്. കിടന്നു വരുന്നവർ ഇവിടെ നിന്ന് നടന്നു പോകും. കിടന്നു വന്നവർ നിറയെ പേര് മുന്നാടി നടന്നു പോയിരിക്കുന്നു. ഡിസ്ക് ബൾജ് കാരണം നടക്കാനോ ഇരിക്കാനോ പറ്റാതെ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അസ്ഥി സംബന്ധമായ എന്ത് പ്രശ്നമായിക്കോട്ടെ, ഇനി നിങ്ങൾക്ക് ഓപ്പറേഷൻ ആവശ്യമില്ല. ഓപ്പറേഷൻ പറഞ്ഞാണ് ഡോക്ടർ. അങ്ങനെയാണ് പിന്നെ വൈദ്യർ ഇങ്ങനെ ഉണ്ട് അറിഞ്ഞിട്ട് ഇവിടെ വന്നപ്പോ ഒരാഴ്ച കൊണ്ട് തന്നെ വേദന മാറി, സമാധാനമായി. അപ്പൊ ഇനി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരില്ല അല്ലേ? ഹായ്, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂര് ഓവങ്ങലിലാണ്. കാരണം ഇവിടുത്തെ ജനത്തിരക്ക് കണ്ടില്ലേ? കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും പോലും ഇത്രത്തോളം ജനങ്ങൾ ഇവിടെ എത്തുന്നത് നമ്മുടെ സുബൈർ വൈദ്യരോടുള്ള വിശ്വാസം ഒന്നുകൊണ്ട് മാത്രമാണ്. ഞാൻ കൊല്ലത്തുനിന്ന് വൈദ്യരുടെ കാര്യം അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ആൾക്കാര്. എന്ത് ട്രീറ്റ്മെന്റ് വൈദ്യർ ഇവിടെ ചെയ്യുന്നത്? ഇവിടെ അത്ഭുതങ്ങളൊന്നുമില്ല. ഡിസ്ക് കംപ്ലൈന്റ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. പിന്നെ കാൽമുട്ട് വേദന, കൈ പൊക്കാൻ പറ്റാത്തത്, കഴുത്ത് തിരിക്കാൻ പറ്റാത്തത്, കഴുത്തിലൊക്കെ പട്ടിട്ട് നടക്കുന്നില്ല, അതൊക്കെ ഒരു 5 മിനിറ്റ് കൊണ്ട് നേരാക്കും. ഡിസ്കിന്റെ കംപ്ലൈന്റ് കൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാനോ നിൽക്കാനോ നടക്കാനോ പിന്നെ കിടക്കാനോ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കാനോ പറ്റുന്നില്ലെങ്കിൽ, അത് ഓപ്പറേഷൻ പറഞ്ഞോട്ടെ ചെയ്തിട്ടില്ലെങ്കിൽ 5-10 മിനിറ്റ് കൊണ്ട് നമുക്ക് നേരാക്കാനേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ, യൂട്യൂബിൽ കയറിയാൽ ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. ഞാൻ വൈദ്യരുടെ ഫേസ്ബുക്ക് പേജ് കണ്ടിട്ടാണ് ഇത്രയും ദൂരം വന്നത്. അതിനകത്തൊക്കെ ഒരുപാട് ആൾക്കാർ വീൽ ചെയറിൽ നിന്ന് എടുത്തോണ്ട് വരുന്നു, കരഞ്ഞു വിളിച്ചൊക്കെയാ വരുന്നത്. പക്ഷെ 5 മിനിറ്റ് കഴിയുമ്പോൾ അവര് നടന്നിട്ട് തിരിച്ചു പോകുന്നു. അതിൽ അത്ഭുതമൊന്നുമില്ല. പണി അറിയുന്നവനക്ക് അതൊക്കെ ശരിയാക്കി സിമ്പിളാണ്. വൈഫിന് എന്ത് പറ്റിയതാ? ഡിസ്ക് തെറ്റിയതാണ്. തീരെ പറ്റത്തില്ലേ? തീരെ നടക്കാൻ പറ്റിയില്ല. ബെഡിൽ നിന്ന് നീച്ച് ബാത്റൂമിൽ പോകാനൊന്നും വയ്യാതെ ഒന്നിനും പറ്റത്തില്ല, കിടപ്പാണ്. ഹോസ്പിറ്റലിൽ പോയി. അതേമാതിരി ഫിസിയോതെറാപ്പി കൂറ്റനാട് 5 ദിവസം ഫിസിയോതെറാപ്പി ചെയ്തു. അതിലൊന്നും ഒരു ഭേദമില്ല. ഇവിടെ എത്തിയത് സുബൈർ വൈദ്യരെ പറ്റിയിട്ട് ഞങ്ങൾക്ക് അറിയാം. അപ്പൊ സുബൈർ വൈദ്യരെ എടുത്ത് കഴിഞ്ഞിട്ട് ഇതിന് മുമ്പേ ഭാര്യന്റെ ഉമ്മാനെ ഇവിടെ കൊടുത്തിട്ട് ഉമ്മയെ കൊണ്ടുവന്നു, ചികിത്സിച്ച് ഭേദമായി. ഇവിടെ വന്നിട്ട് കുറവുണ്ടോ? ഉണ്ട്. ഇപ്പൊ നടക്കാൻ വെക്കുന്നുണ്ട്. മറ്റേത് നടക്കാൻ വെച്ചിരുന്നില്ല. വൈദ്യുതി എന്ത് ട്രീറ്റ്മെന്റ് ചെയ്തേ? അവര് ഒന്ന് പിടിച്ചിട്ടുള്ളൂ. മർമ്മ ചികിത്സ ചെയ്തു. 5 മിനിറ്റ് കൊണ്ട് തന്നെ വേദന മാറിയോ? വേദന മാറി. നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ ഒരു കിടപ്പ് രോഗി, സർജറി ഒക്കെ കഴിഞ്ഞിട്ടും അസുഖം മാറാതെ കിടക്കുന്ന കിടപ്പ് രോഗിയൊക്കെ ഇത്രയും ദൂരം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുവോ? സർജറി ചെയ്ത് ഞങ്ങൾ എടുക്കാറില്ല. സർജറി ചെയ്യാത്തത് അവർക്ക് എത്ര പ്രശ്നം ഉണ്ടെങ്കിലും, ഇപ്പോൾ ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ആള് കിടപ്പിലായി, പക്ഷെ കൈകാലൊക്കെ ശരിക്ക് ചലിപ്പിക്കാൻ പറ്റും, എണീറ്റ് നടക്കാൻ വയ്യ, കൊണ്ടുവന്നോളി, നേരാക്കിയിട്ട് പോവാം. അപ്പം കിടപ്പിലായവരെ നടത്തിക്കും. അതെങ്ങനെ? സ്പൈൻ ഇഞ്ചുറി ആയവരല്ല, അവർക്ക് കൈകാലുകളൊക്കെ കിടന്ന കിടപ്പിൽ ചലിപ്പിക്കാനും മടക്കാനും നിവർത്താനൊക്കെ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നേരാക്കാം. നടത്തിച്ചു വിടും. സാർ എവിടെ നിന്ന് വരുന്നു? ഞാൻ മധുരൈ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്നു. എന്ത് പ്രശ്നമായിട്ട് ഇവിടെ വന്നത്? എനിക്ക് ഡിസ്ക് ബൾജായി, സയാറ്റിക്ക അറ്റാക്കായി, അക്യൂട്ട് പെയിൻ ഉണ്ടായി. அதனால ഇവിടെ വന്നു. നടക്കാൻ വയ്യായിരുന്നു ഇവിടെ വന്നപ്പോ? ഇവിടെ വരുമ്പോ നടക്ക முடியல. ഇതിൽ ആട്ടോയിൽ വന്ന് இந்த இடத்துல കേറി. ഇവിടെ വന്നതിന് ശേഷം സാറിന് എങ്ങനെയുണ്ട്? സത്യസന്ധമായിട്ട് പറയൂ. ഇവിടെ വന്ന ഉടനെ സുബൈർ വൈദ്യർ വർമ്മ ചികിത്സ ചെയ്ത് വർമ്മ ചികിത്സ பண்ணி ഇവിടെ ഒത്തളം കൊടുത്ത് മാത്ര മരുന്നെല്ലാം കൊടുത്തു. ഇപ്പൊ സാറിന് നല്ലപോലെ നടക്കാൻ പറ്റും? നല്ല നടപ്പാ. ഞാൻ വിளையாடுறேன். ഒന്ന് നടന്നു കാണിക്കോ? നടക്കുന്നില്ല, ഞാൻ വിளையாടും. ഞാൻ കളിക്കാം, ഫുട്ബോളൊക്കെ കളിക്കും. അപ്പൊ നടക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പൊ കിടപ്പിലായ ഒരു രോഗിയായിരുന്നു. നമ്മുടെ സുബൈർ വൈദ്യരുടെ അടുത്തെത്തി അടിപൊളിയായിട്ട് നടക്കാൻ പറ്റും, ഫുട്ബോൾ കളിക്കാനൊക്കെ പറ്റും അല്ലേ? ഞാൻ ഈ ഫീൽഡിൽ 32ാമത്തെ വർഷം, ഒരു 9 വർഷമായിട്ടുള്ള ഫേമസ് ആയിട്ട്. അതുവരെ കുറഞ്ഞ ആളുകളൊക്കെ ഇങ്ങനെ വന്നു പോകുന്ന ചികിത്സാലയം. പിന്നെ ഞാൻ തന്നെ എൻ്റെ പേജിൽ കയറിയാൽ നിങ്ങൾക്ക് അറിയാം, ഇഷ്ടം പോലെ വീഡിയോ ഉണ്ട്. ആ പേജിലുള്ള വീഡിയോ എൻ്റെ ആദ്യകാലം മുതലുള്ളതൊക്കെ അതിൽ കാണണം. ആ വീഡിയോ കണ്ടിട്ടാണ് ആളുകൾ ഇങ്ങനെ വരുന്നത്. കോടീശ്വരം വന്നാലും സാധാരണക്കാർ വന്നാലും ചെറിയ പൈസ വാങ്ങിക്കും. ഒരു 2000 റുപ്യൻ്റെ താഴെ ഡോക്ടർമാരെ പരിശോധന ഫീസ്, 3 ആഴ്ചത്തെ മെഡിസിന്, നമ്മുടെ ട്രീറ്റ്മെൻറ്റ്, ഇവിടുന്ന് ചൂട് വെക്കുന്നത് എല്ലാം ചേർത്ത് 2000 റുപ്യൻ്റെ താഴെ ആവുള്ളൂ. 1000-2000 ഇടയിലേ വരുള്ളൂ. അത് മതി, പിന്നെ ആൾ വരേണ്ട ആവശ്യം വരില്ല. ഇതുപോലുള്ള അസുഖങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ സുബൈർ വൈദ്യരുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. വൈദ്യരെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ 99% നിങ്ങളുടെ അസുഖം മാറി കിട്ടും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.